പ്രിയപ്പെട്ടവരെ, കുറേ ദിവസമായിട്ട് കവിതകളൊന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇന്നൊരു കവിത അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന വാർത്തകൾ, ശിഷ്യ ഗൾഫിൽ നിന്ന് അതുപോലെ നാട്ടിൽ നിന്നൊക്കെ കേൾക്കുന്ന വാർത്തകളിൽ ആത്മഹത്യകൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മനുഷ്യൻ തനിക്ക് ഏറ്റവും അനുഗ്രഹമായി കിട്ടിയ ജീവിതത്തെ ഉപേക്ഷിച്ച് പോകുന്നതിൽ വലിയ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുണ്ടാവാം. എങ്കിലും അത് മറികടക്കാൻ വേണ്ടി ശ്രമിക്കാതെ ജീവിതം ഉപേക്ഷിച്ച് പോകുന്നതിനോടുള്ള ഒരു വിയോജിപ്പ്, അതുപോലെ അതിലുള്ള ഒരു സങ്കടം, മരിച്ചു പോകുന്ന ആൾക്കാരോടുള്ള ഒരു വേദന, ഇതൊക്കെ ആലോചിച്ച് ഉണ്ടായ പിറവിയെടുത്തൊരു കവിതയാണ്. സൂമിങ് ലൈവ് എന്ന ഓൺ പേജ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ച് വന്ന കവിതയാണ്. ഇതിൻ്റെ പേര് ആത്മഹത്യ കുറിപ്പ് എന്നാണ്. ആത്മഹത്യാക്കുറിപ്പല്ല, ആത്മഹത്യ കുറിപ്പ്. ആത്മഹത്യയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ കുറച്ച് ചിന്തകൾ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത്. ആത്മഹത്യ കുറിപ്പ്. മരങ്ങളൊന്നും ആത്മഹത്യ ചെയ്തിട്ടില്ല. അവ നൽകുന്നതിനൊന്നും കണക്ക് വെക്കാറില്ല. മരങ്ങളൊന്നും ആത്മഹത്യ ചെയ്തിട്ടില്ല. അവ നൽകുന്നതിനൊന്നിനും കണക്ക് വെക്കാറില്ല. പക്ഷികൾ ഒരിക്കലും ജീവനൊടുക്കേണ്ടി വന്നില്ല. പക്ഷികൾ ഒരിക്കലും ജീവനൊടുക്കേണ്ടി വന്നില്ല. അവർ നാളേക്ക് വേണ്ടി കരുതി വെക്കാറില്ല. മൃഗങ്ങൾ സ്വയം ജീവിതം അവസാനിപ്പിക്കില്ല. മൃഗങ്ങൾ സ്വയം ജീവിതം അവസാനിപ്പിക്കില്ല. അവർക്ക് പ്രണയമോ പ്രണയ നൈരാശ്യമോ ഇല്ല. ശലഭങ്ങളൊന്നും മുള്ളിനാൽ ഞരമ്പ് മുറിച്ച് മരിച്ചിട്ടില്ല. ശലഭങ്ങളൊന്നും മുള്ളിനാൽ ഞരമ്പ് മുറിച്ച് മരിച്ചിട്ടില്ല. പൂവുകളുടെ കാര്യത്തിൽ അവർ സ്വാർത്ഥരല്ല. പൂവുകളുടെ കാര്യത്തിൽ അവർ സ്വാർത്ഥരല്ല. മത്സ്യങ്ങൾ ഒരിക്കലും കരയിൽ ചാടി ചത്തില്ല. മത്സ്യങ്ങൾ ഒരിക്കലും കരയിൽ ചാടി ചത്തില്ല. കടൽ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ മീനുകൾക്ക് ആയുധപ്പുരകളില്ല. കടൽ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ മീനുകൾക്ക് ആയുധപ്പുരകളില്ല. ആത്മഹത്യ ചെയ്തവരെല്ലാം മനുഷ്യരാണ്. ആത്മഹത്യ ചെയ്തവരെല്ലാം മനുഷ്യരാണ്. ചിറകില്ലാതെ പറക്കാനും ചില്ലകളില്ലാതെ പൂവിടാനും തിരകളില്ലാതെ ആർത്തിരമ്പാനും ആശിച്ച് നിരാശരായി മരണത്തിൽ പോലും മറ്റുള്ളവരെ പരിഗണിക്കാൻ മറന്നുപോയവർ. ആത്മഹത്യ ചെയ്തവരെല്ലാം മനുഷ്യരാണ്. ചിറകില്ലാതെ പറക്കാനും ചില്ലകളില്ലാതെ പൂവിടാനും തിരകളില്ലാതെ ആർത്തിരമ്പാനും ആശിച്ച് നിരാശരായി മരണത്തിൽ പോലും മറ്റുള്ളവരെ പരിഗണിക്കാൻ മറന്നുപോയവർ. നന്ദി.